ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണോ? ഞാൻ കുറേ നാളായി വീഡിയോ ഇട്ടിട്ട് കുറച്ച് ബിസിയായി പോയി. അപ്പോൾ ഏകദേശം ഒരു 3 മാസം ആവാനായി ഞാൻ വീഡിയോ അപ്ലോഡ് ആക്കിയിട്ട്. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് റെസിപ്പി വീഡിയോ അല്ല, ഒരു പുതിന നമുക്ക് വീട്ടിലെങ്ങനെ മണ്ണൊന്നും ഇല്ലാതെ വളർത്താം എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് പുറത്തുള്ളവർക്ക് നല്ല ഉപകാരമായിരിക്കും. കാരണം മണ്ണൊന്നും വേണ്ട, ഇതിന് ചെറിയൊരു കപ്പോ അല്ലെങ്കിൽ ചെറിയൊരു പാത്രം വെക്കാനുള്ളൊരു സ്ഥലം മാത്രം മതി. അപ്പോൾ കിച്ചണിൽ തന്നെ നമുക്ക് വെച്ച് പുതിനയില ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതിന് വേണ്ടി ഞാനിപ്പോൾ ഇവിടെ വേസ്റ്റിലേക്ക് കളയുന്ന ഒരു പാത്രം എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ തൈര് വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന പാത്രമാണ്. അപ്പോൾ ഇത് തൈര് കഴിഞ്ഞാൽ വേസ്റ്റിലേക്ക് ഇടല പതിവ്. അപ്പോൾ ഇതിനെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഇതിപ്പോൾ എടുത്ത് വെച്ചതാണ്. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് സെയിം സൈസുള്ള 2 പാത്രമാണ്. അപ്പോൾ നിങ്ങളെ കയ്യിൽ ഒരു ചെറുതും ഒരു വലുതാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. അപ്പോൾ എൻ്റെ അടുക്ക ഇപ്പോൾ ഇതാണ് ഉള്ളത്. അപ്പോൾ ഈ ഒരു പാത്രം ഇതിൻ്റെ അകത്തേക്ക് വീഴാതിരിക്കാൻ വേണ്ടി ഞാൻ വേറൊരു തൈരിൻ്റെ പാത്രത്തിൻ്റെ ഒരു പീസും കൂടി എടുത്തിട്ടുണ്ട്. അതായത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ കാണിച്ചു തരാം. ഇതിൻ്റെ ആ മേൽഭാഗത്തു നിന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുത്തതാണ്. അപ്പോൾ ഇതൊന്ന് ഓപ്പോസിറ്റാക്കി ഇതുപോലെ ഇട്ട് കൊടുത്താൽ നമുക്ക് നമ്മുടെ അടുത്ത പാത്രം അതിൻ്റെ അടിയിലേക്ക് അങ്ങ് പോകില്ല. അപ്പോൾ ഇതുപോലെ ഒന്ന് സ്റ്റോപ്പായി നിൽക്കണം. അതിന് വേണ്ടിയാണ് ഇപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയൊന്നും ചെയ്യാതെ നമുക്ക് ഡയറക്റ്റ് പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തും ചെയ്യാം. അപ്പം ഞാൻ അതും കൂടി കാണിക്കുന്നുണ്ട്. അപ്പം ആദ്യം ഈ ഒരു മെത്തേഡ് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിനുവേണ്ടി നമുക്ക് ആദ്യം ഇതിൻ്റെ അടിയിൽ കുറച്ച് ഹോൾസ് ഇട്ട് കൊടുക്കണം. കാരണം നമ്മുടെ പുതിനയുടെ തണ്ടൊന്ന് അതിലേക്ക് ഇറങ്ങി പോകാൻ വേണ്ടി. അപ്പോൾ ഞാനിവിടെ ഒരു സ്ക്രൂ ഡ്രൈവർ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് നമുക്ക് ഈസി ആയിട്ട് ഹോൾസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പുതിനയുടെ തണ്ടിൻ്റെ ഒരു തടി അനുസരിച്ച് നമുക്ക് ഹോൾസ് ഉണ്ടാക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് ചെറുതും അതുപോലെ തന്നെ കുറച്ച് വലുതും ഹോൾസ് ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഈസിയാണ് ഇതുപോലെ ഹോൾസ് ആക്കി എടുക്കാൻ വേണ്ടി. ജസ്റ്റ് ഒന്ന് അവിടെ വെച്ച് കൊടുത്താൽ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അത് ചൂടുകൊണ്ട് താണു പോയിക്കോളും. അപ്പോൾ വീണ്ടും ഒന്നും കൂടി ചൂടാക്കി എടുത്താൽ മതി. ഇതുപോലെ ഞാനിവിടെ കുറച്ചധികം ഹോൾസ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പം കുറച്ച് തണ്ടൊക്കെ തടിയുള്ള തണ്ടാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ കുറച്ച് വലിയ ഹോൾസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്ര വേണം അത്രയും ഹോൾസ് ഉണ്ടാക്കിയെടുക്കുക. പ്ലാസ്റ്റിക് പാത്രമാകുമ്പോൾ നമുക്കിതുപോലെ ഈസി ആയിട്ട് ഹോൾസ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്കിനി പുതിന റെഡിയാക്കാം. അപ്പോൾ ഞാനിവിടെ വാങ്ങിയിട്ട് 2-3 ദിവസം കഴിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തതാണ്. അപ്പോൾ നമുക്ക് അതൊന്ന് റെഡിയാക്കാം. അപ്പോൾ അത്യാവശ്യം കുറച്ച് നല്ല പുതിനയുടെ തണ്ട് നോക്കി നമുക്ക് എടുക്കാം. കഴിയുന്നതും വാങ്ങിച്ച അന്ന് തന്നെ ചെയ്യലായിരിക്കും നല്ലത്. അപ്പോൾ ഞാനിത് വാങ്ങിയിട്ട് പിന്നെ മറന്നു പോയതാണ് ചെയ്യാൻ വേണ്ടി. എന്നാലും കുഴപ്പമില്ല, നന്നായിട്ട് പുതിന ചെടിയായി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആദ്യം നല്ല തടിയുള്ള തണ്ട് നോക്കി എടുക്കാം. എന്നിട്ട് അതിൻ്റെ അറ്റത്തുനിന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ ഇലയൊക്കെ നമുക്ക് മാറ്റാം. അപ്പോൾ മേലത്തോളം നമുക്ക് ഇല പറിച്ചെടുക്കാം, നമുക്ക് ഉപയോഗിക്കാം. ഇത്രയൊന്നും വെക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഞാൻ എല്ലാത്തിനും ഇതുപോലെ കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൊഴിഞ്ഞു പോവുകയും ചെയ്തു. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഫുൾ ഇലയും നമുക്കതിൽ നിന്ന് മാറ്റാം. അതിന് തണ്ട് മാത്രമേ ആവശ്യമുള്ളൂ. എന്നിട്ട് ഇതുപോലെ നമുക്ക് ആ ഹോൾസിലേക്ക് കൂടി അപ്പുറത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ കുറച്ച് ഭാഗം തണ്ടായിട്ട് നമുക്ക് വെള്ളത്തിൽ നിൽക്കാൻ വേണ്ടിയാണ് ഇതുപോലെ ആക്കിയെടുക്കണം. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഒരു ഉദാഹരണം കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ പാത്രം എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എങ്ങനത്തെ പാത്രമാണോ ഉള്ളത് അപ്പോൾ അത് വെച്ച് ചെയ്താൽ മതി. ഇത് തൈരിൻ്റെ ബോട്ടിൽ തന്നെ പല സൈസിലും വരുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ എനിക്ക് വേണ്ട തണ്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഇത്രയും ഹൈറ്റ് വേണ്ട, അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും പണിൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് ഇതിൽ തന്നെ വെള്ളം നിറച്ചിട്ടും വെച്ച് കൊടുക്കാം. പക്ഷേ ഇങ്ങനെ ആക്കിയെടുക്കുമ്പം നല്ല ഭംഗിയാണ്. അതുപോലെ നല്ല വൃത്തിക്ക് പുതിന വളർന്ന് വരികയും ചെയ്യും. അതുകൊണ്ടാണ് ഇവിടെ ഇതുപോലെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് എളുപ്പം ചോദിച്ചാൽ അതുപോലെ ചെയ്തെടുക്കാം. ഇങ്ങനെ പാത്രത്തിൽ ഡയറക്റ്റ് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ പുതിന വളരും. പക്ഷേ അത്
പാത്രത്തിൻ്റെ സൈഡിലൊക്കെ ആയിട്ടാണ് വളർന്നു വരിക. അതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് വരില്ല. അപ്പോൾ ഇത്രയും ഹൈറ്റ് മതി. നമുക്ക് നമ്മുടെ പുതിനയുടെ തണ്ട് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ കുറച്ച് തടിയുള്ളതൊക്കെ ഞാൻ വലിയ ഹോൾസിലേക്ക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. രണ്ട് മൂന്ന് ദിവസമായതുകൊണ്ടാണ് കുറച്ച് ഇതുപോലെ ഇലയൊക്കെ ഒന്ന് വാടിയ പോലെ ഉള്ളത്. അപ്പോൾ ഞാനിവിടെ എല്ലാം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ അതിൻ്റെ അറ്റം ഇതുപോലെ ഉണ്ടാവണം, കാരണം വെള്ളത്തിൽ മുങ്ങിക്കിടക്കാനുള്ളതാണ്. അപ്പോൾ ഞാൻ മറ്റേ പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇത് ഇറക്കി കൊടുക്കാം. ശ്രദ്ധിക്കണം, എല്ലാ തണ്ടും ആ വെള്ളത്തിൽ ടച്ച് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. കാരണം ഇത് വെള്ളത്തിൽ മാത്രമാണ് ഇത് നമ്മൾ ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ എപ്പോഴും വെള്ളം ഒരു 10 ദിവസം കൂടുമ്പം വെള്ളം ഒന്ന് മാറ്റി കൊടുക്കണം. അതുപോലെ തന്നെ ഡെയിലി വെള്ളം ഒന്ന് ചെക്ക് ചെയ്യണം. എന്തായാലും 2 ദിവസം കൂടുമ്പോൾ വെള്ളം നിറച്ച് കൊടുക്കണം, കാരണം നന്നായിട്ടിത് വെള്ളം കുടിക്കും. കാരണം പെട്ടെന്ന് വെള്ളം വറ്റുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ ഇല ഇത്രയും വെക്കേണ്ട, തണ്ട് മാത്രം വെച്ചാൽ മതി. എൻ്റെ അടുത്ത് ഒരു തെറ്റ് പറ്റിപ്പോയതാണ്, കാരണം എല്ലാ ഇലയും പിന്നീട് അത് കൊഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, നമുക്ക് ഇലയൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അതിനുശേഷം തണ്ട് മാത്രം വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ പിന്നെ ഇതിപ്പം ഒരാഴ്ച കഴിഞ്ഞപ്പോഴുള്ള ഇതാണിത്. അതിന് അത്യാവശ്യം വേരൊക്കെ വന്നിട്ടുണ്ട്. ഇത്രയും വേര് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ താഴത്തു നിന്നൊക്കെ പുതിയ ചെടിയായിട്ട് തന്നെ വളർന്നു വരുന്നുണ്ട്. മണ്ണുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും, നന്നായിട്ടത് പടർന്ന് ഒരുപാടാവും. അതും ഞാൻ ഇതിൽ കാണിച്ചു തരുന്നുണ്ട്, മണ്ണിൽ വളർത്തിയത്. പിന്നെ ഇതിൽ വെച്ച ഒരു 3-4 തണ്ട് ചീഞ്ഞു പോയിട്ടുമുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് എടുത്ത് മാറ്റിയാൽ മതി. അപ്പോൾ വെള്ളം കാണുന്നതിൽ കുറേ വറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് വെള്ളം കുറച്ചും കൂടി ഒഴിച്ച് കൊടുത്തതാണ്. അപ്പോൾ നമുക്കിതിലേക്ക് വെച്ച് കൊടുക്കാം. അതിൻ്റെ അകത്തുള്ള ഇലയൊക്കെ ഞാൻ മാറ്റിയതാണ്, ഒക്കെ കൊഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഇതിന് നല്ല പുതിയ ഇലയൊക്കെ വന്ന് ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് തന്നെ നന്നായിട്ട് ഇലയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ വെള്ളം ഒന്ന് ശ്രദ്ധിച്ച് ഒഴിച്ചു കൊടുക്കണം, കാരണം വെള്ളം അത്യാവശ്യമാണ്. കുറേ വെള്ളം വേണം ഇതിന്. അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടായിരിക്കും അതിൻ്റെ കമ്പിലൊക്കെ ഇല വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ 1 മാസം കഴിഞ്ഞതിന് ശേഷമുള്ള ഇതാണിത്. ഇത്രയും നന്നായിട്ട് പുതിന വളർന്നു വന്നിട്ടുണ്ട്. അതിൻ്റെ നന്നായിട്ട് വേരും വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ റെക്കോർഡ്, അതായത് ഇപ്പോൾ വോയിസ് ഒക്കെ കൊടുത്ത് എഡിറ്റ് ചെയ്യുന്നത് 2 മാസം കൂടി കഴിഞ്ഞതിന് ശേഷമാണ്. അപ്പോൾ ടോട്ടൽ ഇതിപ്പോൾ ആയിട്ട് 3 മാസമായി. ഇപ്പോഴും എൻ്റെ അടുത്ത് ആ പുതിന ഉണ്ട്. അപ്പോൾ ഞാൻ അതിൽ നിന്ന് കട്ട് ചെയ്ത് എടുക്കാറുമുണ്ട്. അപ്പോൾ എന്തായാലും 3 മാസം വരെ എന്തായാലും നിൽക്കുന്ന ഉറപ്പാണ്. അപ്പം ഇനിയുള്ള കാര്യം എന്താണെന്ന് അറിയില്ല. എന്തായാലും 3 മാസം വരെ നിന്നിട്ടുണ്ട്. നല്ല പച്ച ഇലയാണ്, അതുപോലെ നല്ല മണമുണ്ട്. അതുപോലെ പുതിനയ്ക്ക് വലിയ പൈസയൊന്നുമില്ല, പക്ഷേ നമ്മുടെ കിച്ചണിൽ തന്നെ നമ്മുടെ ആവശ്യത്തിന് കട്ട് ചെയ്തെടുക്കുമ്പം അതൊരു വേറെ തന്നെ ഒരു സന്തോഷം തന്നെയാണ്. അപ്പോൾ ഇത്രയായി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും കൂടി നന്നായിട്ട് വളർന്നു വരും. അപ്പോൾ ഇത്രയും കഷ്ടപ്പാടൊന്നും വേണ്ട, നമുക്ക് സാധാരണ ഒരു ഗ്ലാസ്സിൽ വേണമെങ്കിൽ വളർത്താൻ ഞാൻ കാണിച്ചു തരാം. ഞാൻ ചെയ്തത് തന്നെ ഞാൻ കാണിച്ചു തരാം. ഇത് ഞാൻ ചെറിയൊരു ഗ്ലാസ്സിൽ ചെയ്തെടുത്തതാണ്, സാധാരണ ഒരു ചെറിയ ഗ്ലാസ്. അപ്പോൾ ഒരു 4-5 ദിവസം കഴിഞ്ഞിട്ടുള്ള ഇതാണ്. വേരൊക്കെ വന്ന് നന്നായിട്ട് വേരൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ അതിന് പുതിയ ഇലയും വന്ന് അത് വളരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ചെറിയൊരു കപ്പ് വെക്കണം. ഇത് നമുക്ക് ഇത്രയും ആവശ്യം ഉണ്ടാവും ചെറിയൊരു ഫാമിലിക്ക്, കാരണം പുതിന നമ്മൾ അങ്ങനെയൊന്നും ഉപയോഗിക്കില്ലല്ലോ. അതുപോലെ ഈ തൈരിൻ്റെ ആ പാത്രത്തിൽ വേണമെങ്കിൽ ഇതുപോലെ ജസ്റ്റ് വെച്ച് കൊടുത്താലും മതി. പക്ഷേങ്കിൽ ഇതിൽ ഇങ്ങനെ വെക്കുമ്പോൾ നമുക്ക് കുറേ ഒന്നും ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല, കാരണം ഇലയൊക്കെ ഇങ്ങനെ സൈഡിലേക്ക് ചെരിഞ്ഞ് വരും. അപ്പോൾ നമുക്ക് കുറേ ഉണ്ടാക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഹോൾസ് ഇട്ടിട്ട് ഇതുപോലെ ചെയ്തെടുത്തത്. അങ്ങനെ ആകുമ്പം നന്നായിട്ടത് നല്ല ഇതിൽ വളർന്നു വരും. അപ്പോൾ ഞാൻ വില്ലയുടെ പുറത്തുള്ള കാര്യം കാണിച്ചു തരാം. മണ്ണുണ്ടെങ്കിൽ നമുക്ക്
അടിപൊളിയിൽ ഉണ്ടാക്കാം. കാരണം ഇത് നന്നായിട്ട് പടർന്നു പോവും. മണ്ണുണ്ടെങ്കിൽ ഒരുപാട് ഉണ്ടാവും. ഒരു 2-3 തണ്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും പുതിന ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. നന്നായിട്ട് വെള്ളം വേണം, അതുപോലെ ഒരുപാട് വെയിൽ കൊള്ളണ്ട. നമുക്ക് ഈ നമ്മളിപ്പോൾ ഉണ്ടാക്കിയത് തന്നെ കിച്ചൻ്റെ ജനലിൻ്റെ ഒരു സൈഡിന് വെച്ച് കൊടുത്താൽ മതി, അല്ലെങ്കിൽ പുറത്ത് ബാൽക്കണിയിലവർ ബാൽക്കണിയിൽ വെച്ച് കൊടുത്താലും മതി. കാരണം അതിന് ഡയറക്റ്റ് വെയിൽ അടിക്കണ്ട, ജസ്റ്റ് ഒന്ന് ജനലിൻ്റെ അടുത്ത് വെച്ച് കൊടുത്താൽ ആ വെയിൽ മാത്രമേ ആവശ്യമുള്ളൂ. അപ്പം പറ്റുന്നവരൊന്ന് ഇതുപോലെ ട്രൈ ചെയ്ത്, പറ്റുന്നവരെന്നല്ല ആർക്കും പറ്റും ഇത്. കാരണം ജസ്റ്റ് 2-3 തണ്ട് ഒരു ഗ്ലാസ്സിൽ വെച്ച് കൊടുത്താൽ മതി. പിന്നെ വെള്ളമൊക്കെ ഒന്ന് ചെക്ക് ചെയ്താൽ മാത്രം മതി. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയുമായിട്ട് കാണാം. താങ്ക്